ഉസ്താദിന്റെ ജീവിതകാലത്ത് എനിക്ക് മരിക്കണം. ഒന്നിനുമല്ല, പാവപ്പെട്ട യൂസുഫിന് പുറത്തു കൊടുക്കല്ല എന്നാ വലിയ മനുഷ്യൻ പറഞ്ഞാൽ, മക്കളെ കാലങ്ങളോളം എനിക്ക് ആ പ്രാർത്ഥന മതി മക്കളെ, അതാണ് എന്റെ തണല് എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ച ഒരു ആലിമായിരുന്നു, ഒരു സയ്യിദായിരുന്നു, ഒരു പ്രവർത്തകനായിരുന്നു. സാധാ പ്രവർത്തകന്റെ കൂടെ നോട്ടീസ് ഒട്ടിച്ച്, വാൾ പോസ്റ്റ് ഒട്ടിച്ച്, ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചൊപ്പം നടന്ന ഒരു പ്രവർത്തകൻ, അങ്ങനെ സംഘടനയെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രവർത്തകൻ. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ ആലിമീങ്ങളുടെ തിരക്ക് കണ്ടതോടൊപ്പം, സാധാത്തുക്കളുടെ തിരക്ക് അനുഭവപ്പെട്ടതോടൊപ്പം എല്ലാ സംഘടനാ പ്രവർത്തകരുടെയും തിരക്ക് അവിടെ അനുഭവപ്പെടുകയാണ്. കാരണം ഒരു സാധാരണ പ്രവർത്തകരും കൂടെ ആയിരുന്നു തങ്ങള്. എപ്പോഴും അങ്ങനെയാണ്. ഹജ്ജ് വേളയില് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ ഹജ്ജ് വേളയില് മദീനത്ത് നിന്ന് ചുണ്ടുകൾ ഇങ്ങനെ തമ്മിലടിക്കുകയാണ്, പരസ്പരം കൂട്ടിമുട്ടുകയാണ്. തണുത്തിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ പറഞ്ഞു, ക്ലൈമറ്റ് നിങ്ങൾ വിഷയാക്കണ്ട, കാലാവസ്ഥ ഞാൻ ചേഞ്ച് ചെയ്യും. ഇപ്പോഴും ആലോചിക്കുന്നു ഞാൻ ആ വാക്ക്. ഞങ്ങളൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, എന്താ തങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ ചെന്നു. അന്ന് 1000-ഓളം വരുന്ന SYSന്റെ ഹാജിമാരുടെ അമീറാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ. ഞാൻ അവിടെ മറ്റൊരു നിലക്കെത്തിയതായിരുന്നു. ഹാജിമാര്, SYSന്റെ ഹാജിമാരുടെ കൂട്ടത്തിൽ എനിക്ക് അഡ്മിഷൻ വാങ്ങിത്തുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനയാണ്. ഞാൻ ഇപ്പോഴും അത് നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം അതില്ലായിരുന്നെങ്കിൽ മിനയിലും മറ്റു സ്ഥലത്തൊക്കെ വിഷമിച്ചു പോകും. അപ്പോ അന്ന് ആ കൂട്ടത്തിലുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. തങ്ങൾ പറഞ്ഞ ഭാഷയാണ്, അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നാണ് പറഞ്ഞു. പിറ്റേന്ന് എല്ലാരും കൂടെ കൊണ്ടുപോയി. 1000-ഓളം ആളുകളുണ്ട്, നോക്കിയാൽ കാണാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ നിർത്തിയിട്ട് പച്ചക്കുമ്പയിലേക്ക് നോക്കിയിട്ട് ഒറ്റ വർത്താനാണ്, മലയാളത്തിൽ പച്ച മലയാളം. ഞാൻ 1000-ഓളം വരുന്ന SYSന്റെ ഹാജിമാരുടെ അമീറായി വന്നതാ. കറുത്തന്മാരെ പോലെ, നമ്മൾ പറഞ്ഞ അതേ വാക്ക് പറയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനികളെ പോലെ വലിയ ആരോഗ്യമുള്ള ടീമല്ല. ഇവിടുത്തെ തണുപ്പ് താങ്ങാൻ വയ്യ തങ്ങളെ. പേരക്കുട്ടിയാ പറയുന്നത്, വഷളാക്കരുത്, ഒരു മാറ്റം വേണം. ആ രൂപത്തിൽ അങ്ങ് പറഞ്ഞു. ആ സെക്കൻഡിൽ കാലാവസ്ഥ അങ്ങ് മാറി. എല്ലാവരും അനുഭവിച്ചതാണ്. അന്ന് തങ്ങളുടെ കൂടെയുള്ള ആ ടീമിലുള്ള ഹാജിമാർ ഈ സാസിലുണ്ടെങ്കിൽ അവരത് സാക്ഷ്യപ്പെടുത്തും. അവിടെ അങ്ങ് മാറി. ഇതായിരുന്നു അവിടുത്തെ പവർ. അത് CM വലിയുള്ളാഹിയിൽ നിന്ന് പകർന്നു കിട്ടിയതാ. ഒരിക്കൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ മിനയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ പറഞ്ഞു, ആര് കൈയൊഴിച്ചൊന്നല്ല അതിന്റെ അർത്ഥം, ആര് കൈയൊഴിച്ചാലും ഷെയ്ഖുന കാന്തപുര ഉസ്താദിനെ ഞാൻ കടിയൊഴിക്കൂല. കാരണം എന്റെ ഷെയ്ഖ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആരാണ് ഖമറുൽ ഉലമ എന്ന് എന്റെ ഷെയ്ഖ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ആഴം പറഞ്ഞിട്ടൊരു വാക്ക് പരിചയപ്പെടുത്തി. അന്ന് CM വലിയുള്ളാഹി പറഞ്ഞ ആ വാക്ക് ഞാൻ ഈ സദസ്സിൽ പറയുന്നില്ല. ആ വാക്ക് ഈ സദസ്സിൽ മനഃപൂർവ്വം ഞാൻ പറയാതിരിക്കുകയാണ്. അന്ന് CM വലിയുള്ളാഹി പറഞ്ഞ ഒരു വാക്ക് തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു. അങ്ങനെ സംഭവിക്കുമെന്നതുകൊണ്ടല്ല പറഞ്ഞു. ഒരാളുമില്ലാത്ത ഒരവസ്ഥ ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് വരികയാണെങ്കിൽ നിങ്ങളൊപ്പം ഉണ്ടാവണം കേട്ടോ. അതെന്താണ്? അത്രയും സത്യപ്രസ്ഥാനത്തിന്റെ വക്താവാണിത് എന്നുറക്കെ പറയലായിരുന്നു അത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കതൊക്കെ പറഞ്ഞ് കൈമാറി തന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. അപ്പൊ ഏതാളുകളും മരിക്കും. ബഹുമാനപ്പെട്ട ആമിനും റളിയല്ലാഹു അൻഹാ സ്വന്തം മോനോട് പറഞ്ഞു, മോനെ ഏത് വലിയൊരു മരിക്കും, ഞാനും മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മെ പിരിഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഉസ്താദിന്റെ ജീവിതകാലത്ത് മരിക്കണം, കാരണം ഉസ്താദിന്റെ മയ്യത്ത് നിസ്കരിക്കണം, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ വിളക്ക് ഇന്നലെ രാത്രി അണഞ്ഞു. ശൂന്യത ഉപേക്ഷിച്ചുകൊണ്ടല്ല, വെളിച്ചം മുമ്പിൽ വെച്ചുകൊണ്ടാണ് അണഞ്ഞത്. നമുക്ക് പിന്തുടർന്ന് ജീവിക്കാൻ കൃത്യമായ വെളിച്ചം കാണിച്ചു തന്നു. മക്കളെ, നിങ്ങൾ ഇന്ന റൂട്ടിൽ പോയിക്കോ, നിങ്ങൾ ഇന്ന ആളുകളുടെ പിന്നാലെ നിന്നോ, അത് പറഞ്ഞു തന്നിട്ടാണ് തങ്ങൾ പാപ്പ വിട പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തങ്ങളുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. നമ്മുടെ വന്നേരായ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നിട്ട് ആമിനുമ്മ പറഞ്ഞു, പൊന്നുമോനെ, അപ്പൊ ഞാൻ ഇപ്പോഴും മരിക്കുമ്പോ എനിക്കൊരു പേടി സ്വാഭാവികമാണ്. ഏതൊരാൾക്കും മരിക്കുമ്പോ ശുദ്ധ ശൂന്യത മുമ്പിൽ വെച്ചാണോ മരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു ബേജാറില്ല മോനെ. വാനമയ്യത്ത, ഞാൻ മരിക്കുക, പക്ഷെ ഞാൻ മരിക്കുന്നതോടുകൂടെ ഞാൻ പോകൂല മോനെ. എന്റെ ഓർമ്മ ഇവിടെ നിലനിൽക്കും, എന്റെ സ്മരണ ഇവിടെ
വലത്തുതുഹറ, ഞാൻ ഏറ്റവും പരമപരിശുദ്ധനായ ഒരു കുഞ്ഞിനെ പെറ്റിട്ടിട്ടാ പോകുന്നത്.